ഹായ് ഗൈസ്. അപ്പോൾ ഇന്നലെ നമ്മൾ സെക്കൻഡ് ഷോ ആണ് സംശയം മൂവി കാണുന്നത്. 10 ആളാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഇന്നലെ. അപ്പോൾ 10 ആളായി നമ്മൾ ടിക്കറ്റ് എടുത്ത് കണ്ടു. നല്ല മൂവിയെന്ന് അറിഞ്ഞിരുന്നു. കുറേ പോസിറ്റീവ് റിവ്യൂസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഇതിലാണ് നമ്മൾ പടത്തിന് പോയത്. പക്ഷേ ഇങ്ങനത്തെ ചെറിയ പടങ്ങൾക്ക് ആളില്ല എന്നുള്ളത് നമ്മൾ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നല്ല പടങ്ങളാണ് പിന്നെ ഒ ടി ടിയിലൊക്കെ വരുമ്പോഴാണ് കാണുന്നത്. കാരണം പല കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു നല്ല മൂവീസ് കളിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒറ്റേനെ അവിടെ നിന്ന് പോരാട്ടം നിർത്തിയിട്ടില്ല. അതിൻ്റെ തിരക്ക് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഈ സമയത്ത് അവർ റിലീസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നി എനിക്ക്. സിനിമ പടം സംശയം നല്ല മൂവി. രാജേഷ് രവി സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. ആളുടെ ആദ്യത്തെ മൂവി എന്ന് പറയാം. അത് റിലീസായ മൂവി എന്ന് പറയാം. ആളൊരു വേറെ ഫിലിമിൻ്റെ വർക്കിലുള്ള ബിസ്മി സ്പെഷ്യൽ സോഫിയ പോൾ അവതരിപ്പിക്കുന്ന ഒരു പടമാണ്. നിവിൻ പോളിയാണ് ഈ നായകൻ. സുഷിൽ ശ്യാമിൻ്റെ മ്യൂസിക്, വലിയൊരു ക്രൂ തന്നെയുണ്ട് പടത്തിൽ. അപ്പോൾ ഈ പടമാണ് ആദ്യം റിലീസ് ആവുന്നത്. അപ്പോൾ ആദ്യത്തെ പടം തന്നെ പറയാം. അപ്പോൾ നമ്മുടെ വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ, ലിജിമോൾ, പ്രിയംവദ, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ. പടം കഥ നടക്കുന്ന അങ്ങോട്ടാണ്, മലബാറാണ്, വടകര, കണ്ണൂർ, കോഴിക്കോടൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പി കുഞ്ഞികൃഷ്ണനായിട്ടില്ലാതിരിക്കാനില്ലല്ലോ. അതാണല്ലോ അവിടുത്തെ ഒരു കീഴ്വഴക്കം. ഇപ്പോൾ എല്ലാ പടങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഹിഷാം അബ്ദുൾ വഹാബിൻ്റെ മ്യൂസിക്, ലിജോ പോൾ എഡിറ്റർ, മഹേഷ് മാധവൻ സിനിമാട്ടോഗ്രാഫർ, രാജേഷ് ശിവയാണ് ഈ പടത്തിൻ്റെ റൈറ്ററും ഡയറക്ടറും. അപ്പോൾ സംശയം എന്ന മൂവി പോലെ ഇതൊരു ഫുള്ള് സംശയങ്ങളാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാവില്ല എന്നൊരു പ്രോബ്ലത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പ്രോബ്ലം മെയിൻ സബ്ജക്റ്റായി പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫിലിംസ് ഈ കുറച്ച് കാലങ്ങൾ, അവസാനം ഒരു 1.5 വർഷം എടുത്ത് കഴിഞ്ഞാൽ 5-6 മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലും സംശയം തന്നെയാണ്. പക്ഷേ ഇതിൽ കുട്ടിയുണ്ട്, കുഞ്ഞുങ്ങളായിട്ടുണ്ട്. ഒരു 3.5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഒരു കുഞ്ഞുണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നായിട്ട് സംശയം തുടങ്ങുകയാണ്. അത് വലിയൊരു സംഭവമാണ്. പക്ഷേ അത് നൈസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ സിനിമയാണ്. ഇതിൽ എല്ലാവരും പെർഫോമൻസ് കിട്ടുകയാണ്. വിനയ് ഫോർട്ട് കിട്ടുകയാണ്. ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ വിനയ് ഫോർട്ട് ചെയ്യുന്ന പടങ്ങൾ നമുക്ക് എടുത്തറിയാൻ പറ്റും. ഇപ്പോൾ കുറച്ച് 4-5 പടങ്ങൾ പിന്നോട്ട് എടുത്ത ആൾ ചെയ്യുന്ന റോളുകൾ ഭയങ്കര ക്യാരക്ടറൈസേഷനുള്ള റോളുകളായിരിക്കും. അത് കിഡുമായിട്ട് ചെയ്യും. ഷറഫുദ്ദീനായ പടക്കളം കണ്ടിട്ട് ഇത് കാണുന്ന സമയത്ത് കിഡുവാണ് ഇവർ രണ്ടുപേരും. ലിജിമോൾ ഓൾറെഡി പെർഫോമൻസ് തെളിയിച്ചുള്ള ഒരാളാണ് ഒരുപാട് പടങ്ങളിൽ. അതുപോലെ പ്രിയംവദ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ. കുറച്ച് ആളുകളുള്ളൂ. പിന്നെ 2-3 ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ വന്നു പോകുന്നുള്ളൂ. അത് രസമായിട്ട് ചെയ്തു. 2 മണിക്കൂറേ പടമുള്ളൂ. ബോറടിക്കാണ്ട് ഇങ്ങനെ ഒരു ത്രൂ ഔട്ട് ഇങ്ങനെ പോകുന്നൊരു പടം. 2 മണിക്കൂർ തീരെ ചെറിയ മൂവിയാണ്, ചെറിയ സബ്ജക്റ്റാണ്. പക്ഷെ നമുക്ക് ബോറടിക്കാണ്ട് 2 മണിക്കൂർ തീർത്തിട്ടുണ്ട്. എനിക്ക് ഈ പടം തിയേറ്ററിൽ ഞാൻ കൊടുത്ത പൈസയ്ക്ക് എനിക്കൊരു വെർത്ത് ഫീൽ ചെയ്തു. എനിക്ക് മോശമില്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഈ മൂവി തന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 1-2 പോസിറ്റീവ് റിവ്യൂസൊക്കെ നമ്മൾ കേട്ടിട്ട് തന്നെയാണ് ഈ പടത്തിന് പോയത്. എനിക്ക് പടം തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഇവരെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു മൂവിയുടെ റെഫറൻസ് കിട്ടി. റെഫറൻസ് മീൻസ് എനിക്ക് എനിക്ക് തോന്നിയതായിരിക്കും ആ ഭാഗം കണ്ട സമയത്ത്. എനിക്ക് മറ്റേ തേന്മാവിൻകുമ്പത്ത് മൂവിയിൽ നാട്ടുകൂട്ടം ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതിൽ സുകുമാരിയാണ് അതിൻ്റെ മെയിൻ ആൾ, തീരുമാനം എടുക്കുന്ന ആൾ. അതൊരു പേര് പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഒരു സൈഡിൽ നിൽക്കുന്ന പ്രിയങ്കയാന്ന് തോന്നുന്നു, ഒരു സൈഡിൽ വേറൊരാൾ. അപ്പോൾ രണ്ടുപേരും കറുത്തിട്ടാണ്. ഇവർക്ക് ജനിച്ച കുട്ടി വെളുത്തിട്ടാണ്. അതാണ് അവരുടെ സംശയം, നാട്ടുകൂട്ടത്തിൻ്റെ സംശയം. അങ്ങനെ ഒരു വിധിയുണ്ട്. മുട്ടയടിച്ചിട്ട് ഗ്രാമം ചുറ്റാൻ എന്തെങ്കിലും 1-2 ഇത് പറയുന്നുണ്ട്, ശിക്ഷ നടപ്പിലാകുന്നത്. ആ സമയത്ത് നെടുപടി വന്നിട്ട് അതെങ്ങനെയാണ് ശരിയാവും ചോദിച്ചിട്ട് ഒരു വെറ്റിലും ചുണ്ണാമ്പ് അടക്കി വെച്ച് തുപ്പാൻ പറയും. ഇത് രണ്ടും അല്ലാത്തൊരു അതിന് ഏതെങ്കിലും കളർ വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ അടിക്കുന്നു പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ തുപ്പുമ്പോൾ ചുവന്ന കളർ വരിക. അപ്പോൾ മനുഷ്യൻ കറുപ്പും പച്ചയും ചുവപ്പൊക്കെ ഉണ്ടാകും. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പും വെളുപ്പാണ്. കുട്ടികളുണ്ടാവും അങ്ങനെ തന്നെയാണ്. അപ്പം അതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളൊരു ഭയങ്കര നല്ല കയ്യടി കിട്ടിയൊരു സീനൊക്കെയാണ് ആ ഫിലിമിലത്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നല്ല വിഷയം, വേറെ സബ്ജക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നില്ല. അതിൽ നല്ലൊരു സ്പോയിലർ കണ്ടന്റ് ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ അത് ആ ക്ലൈമാക്സിൽ വരുന്ന സമയത്ത് ആ സംഭവം അത് സത്യമാവുന്ന രീതിയിൽ എത്തുന്നുണ്ട്. അതൊരു ഭയങ്കര സംഭവമാണ്. കറുത്തിട്ടാ വെളുത്തിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഡെലിവറി സംബന്ധമായൊരു വിഷയമാണ്. അത് നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് 2 മണിക്കൂർ നേരം ബോറടിക്കാതിരുന്ന് കാണാം. അത് യൂത്ത് ഓറിയൻറ്റഡ് ആയ ആളുകൾക്ക് എങ്ങനെ കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫാമിലി മക്കളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് കണക്റ്റായി. പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ചെറിയ മൂവി നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോഫി ഹൗസ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഇവരുടെ ജോലി വരുന്ന ഇന്ത്യൻ കോഫി ഹൗസിലാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ജോലി സംബന്ധമായിട്ടുള്ളതൊക്കെ. എനി ടൈം വൺ ടൈം തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു ചെറിയ നല്ല മൂവി. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. റിവ്യൂ അല്ല, ഒപ്പീനിയനായിട്ട് വീണ്ടും വരാം.
മുകേഷ്.